100 years ago, electricity had changed every industry. Today, AI is about to do it again, but faster and everywhere. This is a quote by Andrew Ng. ഈ വീഡിയോയിൽ എ ഐയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ്, അതായത് മെഷീൻ ലേണിംഗ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ജനറേറ്റീവ് എ ഐ എന്നിവ എന്താണെന്ന് സിമ്പിൾ എക്സാമ്പിൾസിലൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ടോപ്പിക് നമ്പർ 1, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു എൻ്റയർ ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. അതായത് ഫിസിക്സ് പോലെ. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എ ഐയുടെ ഒരു സബ് ഫീൽഡാണ്. അതായത് ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് പോലെ. ഒരു ലെവൽ താഴേക്ക് പോയാൽ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ്സെറ്റാണ്. ഡീപ്പ് ലേണിംഗ് മോഡൽസിനെ ഫർദർ ഡിസ്ക്രിമിനേറ്റീവ് മോഡൽസ്, ജനറേറ്റീവ് മോഡൽസ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നിങ്ങനെ ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇനി ഓരോ ലെവലിലുമുള്ളത് നമുക്ക് മോർ ഡീറ്റെയിൽഡ് ആയി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് മിസ്സായി പോകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടോപ്പിക് നമ്പർ 2, മെഷീൻ ലേണിംഗ്. ഇൻ എ നട്ട്ഷെൽ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റ യൂസ് ചെയ്ത് ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഈ ട്രെയിൻ ചെയ്തെടുത്ത മോഡലിന് ഒരു പുതിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അതിന് പ്രെഡിക്ഷൻസ് നടത്താൻ സാധിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് സേ ഒരു സ്നീക്കർ ഷോപ്പ് അവരുടെ നൈക്കി ഷൂസിൻ്റെ സെയിൽസ് ഡാറ്റ ഉപയോഗിച്ച് ഒരു മോഡൽ ട്രെയിൻ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ മോഡൽ യൂസ് ചെയ്ത് അതേ കാറ്റഗറിയിലുള്ള വേറെ ഷൂസിൻ്റെ സെയിൽസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് അഡിഡാസ് ഷൂസിൻ്റെ. മെഷീൻ ലേണിംഗിനെ ബ്രോഡ്ലി രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് മോഡൽസ് ലേബിൾഡ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അൺസൂപ്പർവൈസ്ഡ് മോഡൽസ് അൺലേബിൾഡ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് സേ ഒരു റെസ്റ്റോറൻറ്റിലെ കസ്റ്റമേഴ്സ് പേ ചെയ്യുന്ന ബിൽ എമൗണ്ടും അവർ കൊടുക്കുന്ന ടിപ്പ് എമൗണ്ടുമുള്ള ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്ന് കരുതുക. ഈ ലേബൽ ചെയ്ത ഡാറ്റയിൽ ബ്ലൂ ഡോട്ട്സ് റെസ്റ്റോറൻറ്റിൽ ഡൈൻ ചെയ്ത കസ്റ്റമേഴ്സും യെല്ലോ ഡോട്ട്സ് ഡെലിവറി ആണെന്നും കരുതുക. ഇങ്ങനെ നമ്മൾ ഡാറ്റ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി അടുത്ത ഒരു കസ്റ്റമർ അവരുടെ ബിൽ എമൗണ്ടും അവരുടെ ഓർഡർ ടൈപ്പും നോക്കി അവർ എത്ര രൂപ ടിപ്പായി കൊടുക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റോ ഡാറ്റ അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി എന്തെങ്കിലും പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ഇയർ ഓഫ് എക്സ്പീരിയൻസും ഇൻകമും തമ്മിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ പാറ്റേൺ നമ്മുടെ ഡാറ്റയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പല പ്രഡിക്ഷൻസും നടത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ഒരു പുതിയ എംപ്ലോയി അവരുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഏത് ക്ലസ്റ്ററിലാണ് ഫാൾ ചെയ്യുന്നത് എന്ന് നോക്കുക. ആ ക്ലസ്റ്ററിലുള്ള അതേ എംപ്ലോയീസിൻ്റെ മറ്റു പ്രോപ്പർട്ടീസും ഇവർ എക്സിബിറ്റ് ചെയ്തേക്കാം എന്ന് നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ സാധിക്കും. ഇനി ടോപ്പിക് നമ്പർ 3, ഡീപ്പ് ലേണിംഗ്. മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ ബ്രെയിൻസിൽ നിന്നും ഇൻസ്പയർഡായി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് നോഡ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് ചേർന്നതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് സേ ഒരു ബാങ്ക് അവരുടെ ട്രാൻസാക്ഷൻസ് ഫ്രോഡാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഡീപ്പ് ലേണിംഗ് മോഡൽ യൂസ് ചെയ്തേക്കാം. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി ബാങ്ക് അവരുടെ ട്രാൻസാക്ഷൻ ഡാറ്റ ടാഗ് ചെയ്യും, അതായത് ഫ്രോഡ് അല്ലെങ്കിൽ നോട്ട് ഫ്രോഡ്. ഈ ടാഗ് ചെയ്ത ഡാറ്റ ഡീപ്പ് ലേണിംഗ് മോഡൽസിലേക്ക് ലേണിങ്ങിന് വേണ്ടി ഫീഡ് ചെയ്യും. ഈ ട്രാൻസാക്ഷൻസിലെ ഡാറ്റയും അതിൻ്റെ ലേബലും തമ്മിലുള്ള റിലേഷൻ ഡീപ്പ് ലേണിംഗ് മോഡൽ പഠിച്ചെടുക്കും. ഈ ലേണിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഫ്രോഡാണോ അല്ലയോ എന്ന് ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യും. ഫ്രോഡായി പ്രെഡിക്റ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് ബാങ്ക് ലേബൽ ചെയ്യുകയും നെസസറി ആക്ഷൻസ് എടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗ് മോഡൽസിനെ ഫർദർ ഡിസ്ക്രിമിനേറ്റീവ് മോഡൽസായും ജനറേറ്റീവ് മോഡൽസായും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിമിനേറ്റീവ് മോഡൽസ് ലേൺ ചെയ്യുന്നത് ലേബലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഡാറ്റ പോയിന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് സേ നമ്മൾ മോഡലിന് ലേണിങ്ങിന് വേണ്ടി കുറച്ച് ഡാറ്റ പോയിന്റ്സ് കൊടുക്കുകയാണെന്ന് കരുതുക. ഇവിടെ പിക്ചേഴ്സ് ആണ് കൊടുക്കുന്നത്, അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ലേബൽസും. ഇവിടെ കാറ്റ് ഓർ ഡോഗ്. ഒരു ഡിസ്ക്രിമിനേറ്റീവ് മോഡൽ ഈ ലേബലിൻ്റെ അടിസ്ഥാനത്തിൽ പിക്ചറിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ഡോഗിൻ്റെ പിക്ചർ ഒരു ലേൺ ചെയ്ത മോഡലിലേക്ക് കൊടുത്താൽ അത് ഡോഗ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യും. ഇനി നമ്മുടെ ടോപ്പിക് നമ്പർ 4, ജനറേറ്റീവ് മോഡൽസ്. ഡിസ്ക്രിമിനേറ്റീവ് മോഡൽസിനെ അപേക്ഷിച്ച് ജനറേറ്റീവ് മോഡൽസ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പോയിന്റ്സിൽ നിന്നും പാറ്റേൺസ് ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസിഫൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ പിന്നീട് ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഈ ലേൺ ചെയ്ത പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ജനറേഷൻ നടത്തുകയാണ് ഈ മോഡൽസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മുടെ കാറ്റ് ഡോഗ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലേണിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഡാറ്റ ലേബിൾഡ് അല്ല. ഇവിടെ കാറ്റ് ഡോഗ് എന്ന ലേബൽസ് കൊടുക്കുന്നില്ല. ഇവിടെ ജനറേറ്റീവ് മോഡൽസ് ചെയ്യുന്നത് ഈ പിക്ചറിൽ നിന്നും അല്ലെങ്കിൽ ഡാറ്റയിൽ നിന്നും പാറ്റേൺസ് ലേൺ ചെയ്തെടുക്കുന്നു.
ഉദാഹരണത്തിന് ഒരു ഡോഗിൻ്റെ പിക്ചറാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചെടുക്കുന്നു, അതായത് അതിൻ്റെ നാവ്, ചെവി എന്നിവ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഒരു പുതിയ ഡോഗിൻ്റെ പിക്ചർ ജനറേറ്റ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ അത് ലേൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കുന്നു. ടോപ്പിക് നമ്പർ 5, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ പ്രീ ട്രെയിൻ ചെയ്ത് സ്പെസിഫിക് പർപ്പസുകൾക്ക് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്ന മോഡലുകളാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് സേ നമുക്കൊരു പെറ്റ് ഡോഗ് ഉണ്ടെന്ന് കരുതുക. നമ്മളതിനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രീ ട്രെയിൻ ചെയ്തു, അതായത് സിറ്റ്, കം, ഡൗൺ, സ്റ്റേ എന്നിവ. ലെറ്റ്സ് സേ ഈ ഡോഗിനെ നമുക്കൊരു പോലീസ് ഡോഗ് അല്ലെങ്കിൽ ഹണ്ടിങ് ഡോഗ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ഡോഗ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. അതായത് അതിനെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ സ്കിൽസ് കൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണം. ഈ ഒരു സിമിലർ ഐഡിയ ആണ് ലാർജ് ലാംഗ്വേജ് മോഡൽസിലും. അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഇനീഷ്യലി ജനറൽ ലാംഗ്വേജ് പ്രോബ്ലം സോൾവിങ്ങിന് പ്രീ ട്രെയിൻ ചെയ്തവയാണ്. അതായത് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ക്വസ്റ്റ്യൻ ആൻസറിങ്, ഡോക്യുമെന്റ് സമ്മറൈസേഷൻ, ടെക്സ്റ്റ് ജനറേഷൻ എക്സെട്ര. ഈ ജനറൽ മോഡൽസിനെ സ്മോളർ ഇൻഡസ്ട്രി സ്പെസിഫിക് ഡാറ്റ സെറ്റ് യൂസ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ഫൈൻ ട്യൂൺഡ് മോഡൽസിന് വേരിയസ് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് റീറ്റെയിൽ, ഫൈനാൻസ്, ഹെൽത്ത് കെയർ, എൻ്റർടൈൻമെൻറ്റ് എക്സെട്ര. ഇങ്ങനെ ലാർജ് കമ്പനീസായ ഗൂഗിൾ, മെറ്റ, ഓപ്പൺ എ ഐ, ആന്ത്രോപിക് എന്നിവർ ഫൗണ്ടേഷണൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ബിൽഡ് ചെയ്യുകയും വ്യത്യസ്ത ഇൻഡസ്ട്രീസിലുള്ള കമ്പനീസിന് സെൽ ചെയ്യുകയും ചെയ്യുന്നു. ഈ കമ്പനീസ് അവരുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് സ്മോളർ ഡാറ്റ സെറ്റ്സ് യൂസ് ചെയ്ത് ഈ മോഡൽസിനെ ഫൈൻ ട്യൂൺ ചെയ്ത് യൂസ് ചെയ്യുന്നു.